കൊല്ലം ജില്ലയിലെ ശൂരനാട്ട് വീട്ടമ്മയ്ക്ക് കുറുക്കന്റെ കടിയേറ്റു പരിക്കേറ്റ വാർത്ത പുറത്തുവന്നു. അതേക്കുറിച്ചുള്ള വസ്തുതകൾ അന്വേഷിക്കുകയാണ് MK ലൈവ്. ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിലെ കുമരഞ്ചിറ സ്വദേശിയായ സിന്ധു എന്ന 45 വയസ്സുകാരിക്കാണ് കഴിഞ്ഞ ദിവസം കുറുക്കന്റെ കടിയേറ്റു പരിക്കേറ്റത്. വീട്ടിൽ നിന്നും കടയിലേക്ക് പോകാനിറങ്ങിയ സിന്ധുവിനെ വീടിന് സമീപത്തായിട്ട് വെച്ച് കുറുക്കൻ ആക്രമിക്കുകയായിരുന്നു. ഏകദേശം ഈ പ്രദേശത്ത് വെച്ചിട്ടാണ് സിന്ധുവിന് നേരെ അക്രമമുണ്ടാകുന്നത്. അതേക്കുറിച്ച് സിന്ധുവിൻ്റെ ബന്ധുവായിട്ടുള്ള സഹോദരൻ്റെ മകൻ നമ്മളോട് കാര്യങ്ങൾ പറയും. സിന്ധുവിൻ്റെ സഹോദരൻ്റെ മകനല്ലേ? എന്താ അന്ന് സംഭവിച്ചേ? അത് ഞങ്ങളുടെ അപ്പ കടലോട്ട് പോയിരുന്നു. കടലോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു കുറുക്കൻ കിടക്കുമായിരുന്നു. ഈ കുറുക്കനാണെങ്കിൽ ഇതുവഴി കണ്ടപ്പോഴാണ് ഞങ്ങളുടെ അപ്പ ഓട്ടിക്കാൻ നോക്കി. അപ്പൊ ഈ കുറുക്കൻ ചാടിയാന്ന് കടിക്കാൻ മോന്തയ്ക്ക് അടിക്കാൻ നോക്കി. അപ്പൊ ഞങ്ങളുടെ അപ്പ കൈ എടുത്ത് വെച്ചപ്പോൾ കയ്യിലെല്ലാം കൂടി കടിച്ചു. അപ്പോഴാണ് കുപ്പി വെച്ചടിച്ചപ്പോൾ ഒന്നുകൂടി നല്ല വൃത്തിക്ക് കടിച്ചു. അപ്പോഴാണെങ്കിൽ കുറുക്കനാണെങ്കിൽ ഇവിടെ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അപ്പ അങ്ങോട്ട് ഓടി. ചോര എല്ലാം കൂടി കൈ വെച്ചോണ്ട് വരുന്നുണ്ട്. അവിടുത്തെ മാമനെല്ലാം കൂടി പിടിച്ച് വെച്ചിട്ട് കൈയെല്ലാം കഴുകി. പിന്നാണെങ്കിൽ ഓട്ടോയൊക്കെ വിളിച്ച് പിന്നെ മാമനും വന്ന് ആശുപത്രി കൊണ്ടേ. ഇല്ലാതെ അതാണ് വീട് അവരുടെ അല്ലേ? പറഞ്ഞപ്പോഴാ കാണുന്നത്. ഇവിടെ കുറുക്കന്റെ ശല്യം ഉണ്ടോ? ഭയങ്കര ശല്യം. 12 മണിക്ക് ഉച്ചയ്ക്ക് 12 മണിക്ക് വാങ്ക് വിളിക്കുമ്പോ എല്ലാം പടക്ക മൂലക്ക് കിടന്ന് ഭയങ്കര കുഴപ്പമാ. സന്ധ്യക്ക് വാങ്ക് വിളിക്കുമ്പോഴും ഭയങ്കര ശല്യം. കുടക്കെ അങ്ങ് മുറിഞ്ഞ് കൈ ഇങ്ങനെ കഴുകാൻ വന്നപ്പോഴേ ഞങ്ങള് പറിച്ചങ്ങ് ഈ കൈയുടെ കൂടൊക്കെ അങ്ങ് വിരളൊക്കെ ഈ വിരൽ ഇത്ര കടായിട്ട് വായിക്കത്തായി ഇങ്ങനെ കിടന്നത് ഇവിടൊക്കെ അങ്ങ് കടിച്ച് പറിച്ചു. ഇവിടെ അന്ന് സോപ്പും ഒക്കെ ചോദിച്ചപ്പോഴേ ഞങ്ങൾ ഇന്നൊന്ന് രാഴ്ച കൊണ്ട് ആ പെണ്ണിന്റെ പുറകിന് ഇറങ്ങി വന്നത്. ഒരു കടി അടിച്ചപ്പോ ആ പെണ്ണിന്റെ കൈ അവരങ്ങോട്ട് പാനൊരിഞ്ഞ് വന്നതായിരുന്നു. കുപ്പിയും വെള്ളമില്ല. അതിന്റെ മോന്തയ്ക്കൊരു അടി കൊടുത്തപ്പോ അടിച്ചു കഴിഞ്ഞപ്പോഴേ ഈ ഇതിലൊന്നും കൂടെ ഒന്ന് നൊന്ത് കഴിഞ്ഞപ്പോഴാ ചാടി കൈ കയറി. അന്നേരം ഇല്ല അവിടെ 2-3 പേര് പോച്ചാറിക്കാര് നിന്ന് അവരിത് ശ്രദ്ധിക്കുന്നില്ല. പിന്നെ അവിടെ കിടന്ന് വിളിച്ചു പോവാ. ഇവിടുന്ന് ഇച്ചിരി കുറച്ചങ്ങ് പടിഞ്ഞാറ് പോകണം അവര് താമസിക്കുന്നത്. ഇല്ല തറയില്ലയോ? ആ തറയുടെ കുറച്ച് തെക്കേപ്പുറത്താ. അതിന്റെ തെക്കേപ്പുറത്ത് റബ്ബർ തോട്ടം കാവ. അതിന്റെ താഴത്തെ വയലും കഴിഞ്ഞാൽ ഈ റബ്ബറും തോട്ടം. അതിനകത്താ ഇത്. അല്ലല്ലോ പിന്നെ കൂട്ടത്തോടുണ്ട്. ഇപ്പൊ അത് എവിടെ അപ്പച്ച് താമസിക്കുന്നതിന്റെ തെക്കേപ്പുറത്ത് ഒരു പിന്നെ റബ്ബറും തോട്ടം കാവായിട്ട് കിടക്കുന്നു. ഈ പകല അതിനകത്താ. അത് പിന്നെ തൊഴിലുറപ്പുകാർ കയറിയ ഇതിപ്പോ വൃത്തിയായപ്പോ ഇപ്പൊ വലിയ ശല്യമില്ല. ഇപ്പൊ ഇതിനകത്ത് ഇരിക്കാനൊക്കാതെ വന്നപ്പോ ഇങ്ങനെ അങ്ങ് ഇറങ്ങി നടക്കുക. ഇനി ഇങ്ങോട്ട് വരുമ്പോ അവിടെ ഒരു കാവില്ലേ, തോട്ടുവര അമ്പലം, അതിന്റെയൊക്കെ ഭാഗത്തുണ്ട് ഭയങ്കര ശല്യം. അവിടെ നിന്നെല്ലാം കഴിഞ്ഞ ഈ പടിഞ്ഞാറേപ്പുറത്ത് വരുന്നത്. കുറുക്കന്റെ അക്രമത്തിൽ പരിക്കേറ്റ സിന്ധു ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലും കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും ചികിത്സ തേടിയിരിക്കുകയാണ്. കടിയെല്ലാം കൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഓട്ടോ വന്നത്. ഓട്ടോ വന്ന് അവര് അച്ഛൻ മക്കളും കൂടെ ആശുപത്രിയിൽ പോയത്. ശാസ്താംകോട്ട കൊണ്ടുവന്നപ്പം പറഞ്ഞ് അവിടെ കൊണ്ടുപോകാനാ. എവിടെയാടി? പാരിപ്പള്ളി കൊണ്ടുപോകാൻ. അങ്ങനെ പിന്നെ ശാസ്താംകോട്ടയിൽ നിന്ന് ഒരു വണ്ടിക്ക് ആംബുലൻസിനകത്ത് പാരിപ്പള്ളി കൊണ്ടുപോകും. 7-7:30 ആകുമ്പോൾ കുഞ്ഞും തൊള്ള എല്ലാം കൂടെ കയറി വരും. അതുകൊണ്ട് ഇവിടെ നമുക്ക് മുട്ട കുഞ്ഞുങ്ങളുണ്ട്. വഴി കാടുകളൊന്നും വൃത്തിയാക്കാൻ ജനങ്ങൾ താമസിക്കുക. പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കാട്ടുപന്നിയൊക്കെ വരും. കാട്ടുപന്നി വന്നിട്ട് അവിടുത്തെ ചീനി ചേമെല്ലാം കൂടി കുത്തിളക്കിക്കൊണ്ട്. ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിലെ കിടങ്ങേൻ നടുവിൽ കുമരഞ്ചിറ ഏലായിലെ വിവിധ പ്രദേശങ്ങളിൽ കുറുക്കന്റെ വ്യാപകമായ വിളയാട്ടമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒപ്പം കാട്ടുപന്നിയുടെ ശല്യവും. തിങ്ങിപ്പാർക്കുന്ന ജനങ്ങൾക്ക്, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്കും ആശങ്കയുടെ ദിനങ്ങളാണ്.